കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം. സീനിയർ ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം സ്റ്റേഷനിലെ മൂന്നാമത്തെ ട്രാക്കിലൂടെ ട്രെയിൻ കടത്തിവിടാനും ആരംഭിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിലാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. സീനിയർ ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. പൊളിഞ്ഞു വീണ ക്ലോക്ക് ടവറിന്റെ ശേഷിക്കുന്ന ഭാഗവും പൊളിച്ചു നീക്കി. ഗുരുതര അനാസ്ഥയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്നത് 3 മാസം മുൻപേ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. 4 മാസം മുൻപേ വിള്ളൽ രൂപപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. വീഴ്ച സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തും. സംഭവസ്ഥലം MK രാഘവൻ MP സന്ദർശിച്ചു. ഉന്നതതല അന്വേഷണം വേണമെന്നും ഉദ്യോഗസ്ഥർക്കും നിർമ്മാണ കമ്പനിക്കും വീഴ്ച പറ്റിയതായും അദ്ദേഹം പറഞ്ഞു. കമ്പനിയെ ഒഴിവാക്കണമെന്ന് GM പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടതാണ്. ഒഴിവാക്കും എന്ന് പറഞ്ഞാണ്. ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല GM-നും ബോധ്യമായതാണ്. പിന്നെ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടാകുന്നില്ല? 2027 ഓഗസ്റ്റിൽ പൂർത്തിയാകേണ്ടുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി ഇന്നത്തെ ഒരവസ്ഥ വെച്ച് നോക്കിയാൽ ഒരു 5 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഇത് റെയിൽവേയുടെ മേലുദ്യോഗസ്ഥന്മാരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഉത്തരവാദികൾ ഒന്ന് അവരാണ്, ഒരു തർക്കം അവരാണ്, 2 നിർമ്മാണ കമ്പനിയാണ്. അതേസമയം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണ്. യാത്രക്കാരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.